بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وهو الاستسلام لله بالتوحيد والانقياد له بالطاعة والبراءة من الشرك وأهله എന്നുള്ളതാണ്. വൽബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന് കീഴൊതുങ്ങുക. അതുപോലെ വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, ആരാധനകൾ ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക. വൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, ഷിർക്ക് അതിന്റെ ആളുകൾ അവരിൽ നിന്ന് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി والاستسلام لله بالتوحيد والانقياد له بالطاعة والبراءة من الشرك وأهله. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക, ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക, അതുപോലെ തന്നെ ഷിർക്ക് അതിന്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം. ശർഈയായ നിലക്ക് അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. മനുഷ്യന് അള്ളാഹുവിന് രണ്ട് വിധത്തിൽ കീഴൊതുങ്ങും. ഒന്ന്, മനുഷ്യന്റെ പ്രകൃതി തന്നെ, ഏതൊരു മനുഷ്യന്റെയും പ്രകൃതി അവന്റെ സൃഷ്ടാവിന് കീഴൊതുങ്ങിക്കൊണ്ടാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ശർഈയായ നിലക്ക് തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടണം എന്ന് പറഞ്ഞാൽ വദാലിക ബിതൗഹീദില്ലാഹി അസ്സ വജല്ല വഇഫ്റാദിഹി ബിൽ ഇബാദ, അള്ളാഹുവിന് ഇബാദത്തുകളെ തനിപ്പിക്കുകയും അള്ളാഹുവിനെ തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാം. ഒന്ന്. അതിലെ രണ്ടാമത് പറഞ്ഞത് അൽ ഇൻഖിയാദു ലഹു ബിത്താഅത്തി, അള്ളാഹുവിന് താഅത്ത് കൊണ്ട് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ത്വാഅത്ത്. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിരോധിച്ചതിനെ ഒഴിവാക്കുക. ഇതിനെ ചെയ്തിട്ട് അള്ളാഹുവിന് വഴിപ്പെടുക. ഒന്ന്. അതുപോലെ വൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, മൂന്നാമത്തത് ഷിർക്കും അതിന്റെ കൂട്ടരും അതിന്റെ ആളുകളും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുംതഹിനയിൽ പറയുന്നത് കാണാം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും വിശ്വാസികളിലും നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. എന്താണ് പാഠം? അവർ അവരുടെ ജനതയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്, ഞങ്ങൾ അതിനെ നിഷേധിച്ചിരിക്കുന്നു, നിങ്ങളെയും അതിനെയും ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലും ശത്രുത വ്യക്തമാണ്, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജനതയെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതാണ് ബറാഅത്ത്. എങ്ങനെയാണ് ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹ്ലികാരിൽ നിന്നുള്ള ബറാഅത്ത് എന്നുള്ളതിനെ കുറിച്ചാണ്
വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. വഹുവ സലാസു മറാത്തിബ. ഇനി ആ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെ ഷെയ്ഖ് പറയുന്നത് 3 സ്ഥലങ്ങളാണ്, 3 മർത്തബകളാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത് എന്ന് പറയുന്നു. അന്നദ്ദീനൽ ഇസ്ലാമി സലാസു മറാത്തിബ ബഅ്ദുഹാ ഫൗക ബഅ്ദിൻ. 3 മർത്തബകളാണ് ഉള്ളത്. ഏതാണ് ആ 3 മർത്തബകള്? അതിൽ ഒന്നാമത്തത് അൽ ഇസ്ലാമു, 2 വൽ ഈമാനു, 3 അൽ ഇഹ്സാൻ. ഇങ്ങനെ 3 മർത്തബകൾ പരിശുദ്ധ ഇസ്ലാമിനുണ്ട്. ഒന്ന് ഇസ്ലാം, രണ്ടാമത്തത് അൽ ഈമാൻ, മൂന്നാമത്തത് അൽ ഇഹ്സാൻ. ഈ 3 മർത്തബകൾക്കും റുക്നുകളുമുണ്ട്. ഓരോ മർത്തബകൾക്കും വ്യത്യസ്തമായ റുക്നുകളുണ്ട്. തൂണുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് റുക്നുകളുണ്ട്, ഈമാനിന് റുക്നുകളുണ്ട്, ഇഹ്സാനിനും റുക്നുകളുണ്ട്. അപ്പോൾ അർക്കാനുൽ ഇസ്ലാമി ഖംസത്തുൻ. ഇസ്ലാമിന്റെ റുക്നുകൾ എത്രണ്ണാണ്? 5 എണ്ണമാണ്. ഏതൊക്കെയാണ് ഇസ്ലാമിന്റെ 5 റുക്നുകൾ? നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അതുപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളത്. ഇത് രണ്ടും കൂടെ ഒരു റുക്കിനാണ്. സത്യത്തില് രണ്ടും രണ്ടായിട്ട് തോന്നും. അള്ളാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നതും 2 റുക്കുനല്ല, അത് ഒരൊറ്റ റുക്കിനാ. കാരണം രണ്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഇബാദത്തും ഈമാനും പൂർത്തിയാവുകയുള്ളൂ. ഒരാൾക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വാസമുണ്ട്, അന്ന മുഹമ്മദ് റസൂലുള്ളാഹിൽ ഈമാൻ പൂർണ്ണമല്ലെങ്കിൽ അവന്റെ ഈമാൻ സഹിയല്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരൊറ്റ റുക്നാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് പിന്നെ ഒന്നാമത്തെ അതിന്റെ ഒന്നാമത്തെ റുക്കിന്. അതിലെ രണ്ടാമത്തെ റുക്കിന് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞിട്ട് വ ഇഖാമുസ് സ്വലാത്തി വ ഈതാഉസ് സകാത്തി വ സൗമു റമളാന വ ഹജ്ജുൽ ബൈത്തി വ ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം. ഇങ്ങനെ 5 റുക്നുകൾ. അപ്പൊ കലിമത്തു ഷഹാദ ഒരാൾക്കുണ്ട്, അയാൾക്ക് നിസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹം അതിന്റെ ഉജൂബിനെ നിഷേധിക്കുകയാണെങ്കിൽ അവന് ഈമാൻ ഇസ്ലാം അവന്റെ പൂർത്തിയല്ല. മനസ്സിലായില്ലേ? അവന്റെ ഈമാൻ പൂർത്തിയല്ല. അതുപോലെ തന്നെ സക്കാത്ത് ഇസ്ലാമിലില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടെ സക്കാത്ത് അത് അവസാനിച്ചു. ഇനി സക്കാത്ത് ഇല്ല. ബാക്കിയുള്ളതിലൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ ഒരിക്കലും പൂർത്തിയാകുന്നതല്ല. അപ്പോൾ അതിൽ ഇങ്ങനെ 5 റുക്കുനുകളാണ് അതിനുള്ളത്. ഈമാനിന്റെ 5 റുക്കുനുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അഷ്ഹദു അല്ലാ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്തി വ ഈതാഉസ് സകാത്തി വ സൗമു റമളാന വ ഹജ്ജുൽ ബൈത്തിൽ ഹറാം എന്നുള്ളത്. എന്താണ് അതിന്റെ തെളിവ്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് പറയാണ്. ഷെയ്ഖ് കൊണ്ടുവരികയാണ്. എന്ത്? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. ഇവിടെ അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നുള്ളതിന് സാക്ഷ്യം വഹിച്ചത് ആര് തന്നെയാണ്? ഒന്ന് അല്ലാഹ് സാക്ഷിയാണ്, ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷിയാണ്. രണ്ടാമത് വൽ മലായികത്തു, മലക്കുകൾ സാക്ഷിയാണ്. വ ഉലുൽ ഇൽമി, അറിവുള്ളവരും സാക്ഷികളാണ്. അപ്പൊ കണ്ടോ, ഈ 3 കൂട്ടരും ഷഹിദ, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ല എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ അസീസുൽ ഹകീം എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ
വളരെ വ്യക്തമായി ഷഹാദത്തിനുമായി പറയണം. ഇവിടെ ഷഹാദത്ത് വളരെ വ്യക്തമാണ്. ഇവിടെ ഷാഹിദ് ഒന്ന് അള്ളയാണ്, മറ്റൊരു ഷാഹിദ് മലക്കുകളാണ്, മൂന്നാമത്തെ ഷാഹിദ് ഉലുൽ ഇൽമാണ്. അപ്പോ വളരെ വ്യക്തമാണ്, ഈ മൂന്ന് കൂട്ടരും അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നുള്ളതിന് സാക്ഷികളാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ഹക്കായിട്ടും ഒരു അല്ലാഹ് അല്ലാതെ വേറൊരു മഅബൂദില്ല എന്നുള്ളതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ആദ്യം ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ അള്ളാഹു, ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവും ഇല്ല, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ. ഒരു നിഷേധവും ഒരു ഇസ്ബാത്തുമാണ് ആ വാക്കിലുള്ളത്. ഒന്ന് ലാ ഇലാഹ, ആരാധ്യനില്ല, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ. അപ്പൊ ഇലാഹുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു സാങ്കല്പികമായ പണ്ഡിതനെ പറഞ്ഞു ലാ ഇലാഹ ബിഹഖ്, ഹക്കായിട്ടും ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ എന്ന് പണ്ഡിതന്മാർ ആ വിഷയമായി വന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല, ഇബാദത്തിൽ അള്ളാഹുവിന് ശരീക്കില്ല. ഏതുപോലെ കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കിഹി, അള്ളാഹുവിന്റെ അധികാരത്തിലും അള്ളാഹുവിന് ഒരിക്കലും ഒരു ശരീക്കും ഇല്ല തന്നെ. കണ്ടോ, അള്ളാഹുവിന്റെ ആരാധനയിൽ അള്ളാഹുവിന് ശരീക്ക് ഇല്ലാത്തതുപോലെ അള്ളാഹുവിന്റെ അധികാരത്തിലും മുൽക്കിലും അള്ളാഹുവിന് ശരീക്കന്മാർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ ഒരു തഫ്സീർ, അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കിതാബിൽ കൊണ്ടുവന്ന ഒരു ആയത്താണ്. ലാ ഇലാഹ ഇല്ലല്ലയെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് അതിന്റെ തഫ്സീർ? അദ്ദേഹം കൊണ്ടുവന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹീമു ലി അബീഹി വ ഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ വജഅലഹാ ഫീ അഖബി കലിമതൻ ബാഖിയതൻ ഫീ അഖബിഹി ലഅല്ലഹും യർജിഊൻ. ഇവിടെ ഈ ആയത്തില് അല്ലാഹു തആല പറയുന്നത് എന്താണ്? അല്ലാഹു പറയുന്നത് പിന്നെ ഇല്ലല്ലദീ ഫതറനി, നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഒഴിവാണ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ ആശയമാണ് ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, അല്ലാഹു ലാ ഇലാഹ, നിങ്ങൾ ആരാധിക്കുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, അതൊന്നും ഇലാഹുകൾ അല്ലേ അല്ല. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്ന അല്ലാഹു ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവൻ ഒഴികെ അവനെ ഞാൻ ആരാധിക്കും. ഇത് ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ എന്നുള്ളതിന്റെ ആശയമാണ്. അപ്പോ ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ എന്ന് അള്ളാഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാണ്. അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതൊന്നും ഇലാഹ് അല്ല, ലാ ഇലാഹ. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച അള്ളാഹ് ഒരുത്തൻ ഒഴികെ. അതേതാണ് ഇല്ലല്ലാ? അതാണ് അള്ളാഹു, അള്ളാഹു ഒഴികെ എന്നാണ് അർത്ഥം. അപ്പോ അള്ളാഹുവിന് ലാ ശരീക ലഹു ഫി ഇബാദത്തിഹി, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ആർക്കും പങ്കില്ല. കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കിഹി, അള്ളാഹുവിന്റെ അധികാരത്തിൽ ആർക്കും പങ്കില്ലാത്തതുപോലെ തന്നെ. അതിന് തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ, അറിയുക, ലഹു, അവന് മാത്രമാണ്, അൽ ഖൽഖു, സൃഷ്ടിപ്പും, വൽ അംറു, മറ്റു മുഴുവൻ കാര്യങ്ങളും, തബാറകല്ലാഹു, അല്ലാഹു ഉന്നതനാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹു ഉന്നതനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ മുൽക്കിലും അള്ളാഹുവിന് ശരീക്ക് ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരായത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലയെ വിശദീകരിച്ചു കൊണ്ട് ഷെയ്ഖ് കൊണ്ടുവരുന്ന മറ്റൊരായത്താണ്
വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇമ്രാനിലെ ആയത്ത് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഉൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ജൂതന്മാരെ അഹ്ലു കിതാബിനെ വിളിച്ചുകൊണ്ട് പറയാണ്. എന്താ അള്ളാഹ് പറയുന്നത്? തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമ്മൾക്കിടയിൽ സമമായ വ്യത്യാസമില്ലാത്തൊരു കലിമത്തുണ്ട്, അതിലേക്ക് നിങ്ങൾ വരണം. അതെന്താണ്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം നാം ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലാ നുശ്രിക ബിഹി ശൈആ, അള്ളാഹുവിന് ഒരു വസ്തുവിനെയും ശിർക്ക് ചെയ്യരുതേ എന്നുള്ളതുമാണ്. അതുപോലെ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും നമ്മൾ വലിയകളാക്കരുതേ, കാര്യകർത്താക്കൾ പരസ്പരം ആക്കരുതേ എന്നുള്ളതിലേക്കും നിങ്ങൾ അവരെ വിളിക്കൂ എന്ന് അള്ളാഹു തആല നബിയോട് പറയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് അള്ളാഹു അഹ്ലു കിതാബിന്റെയും നമ്മുടെയും ഇടയിൽ സമമായ വ്യത്യാസമല്ലാത്ത കലിമത്ത് ഏതാണ്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈആ എന്നുള്ളതാണ്. അപ്പൊ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ് ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഖൂലു, നിങ്ങൾ അവരോട് പറയണം, വിശ്വാസികളെ, ഇശ്ഹദു, നിങ്ങൾ സാക്ഷി വഹിച്ചു കൊള്ളുക, ബിഅന്നാ മുസ്ലിമുൻ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണമെന്ന് അവരോട് പറയാൻ വേണ്ടി അള്ളാഹു പറയാണ്. ഇനി അപ്പോ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ തെളിവാണ് നമ്മൾ പഠിച്ചത്. ഇനി വദലീലു ഷഹാദത്തി അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? അതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കണ്ടോ? ലഖദ് ജാഅക്കും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലുൻ, ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. കണ്ടോ? എങ്ങനെയുള്ള പ്രവാചകനാണ്? അസീസുൻ അലൈക്കും മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വലിയ താല്പര്യം, നിങ്ങളോട് വലിയ സ്നേഹമുള്ള, വിശ്വാസികളോട് വളരെ അധികം കടപ്പെട്ട താല്പര്യമുള്ള സ്നേഹനിധിയായ പ്രവാചകൻ നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഈ ആയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ്, അള്ളാഹു റസൂലായി നിയോഗിച്ചതാണ് എന്നൊരു തെളിവ്. സൂറത്തുൽ ജുമഅയിൽ അതുപോലെ അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. കണ്ടോ? അള്ളാഹു ആരാണ്? ഉമ്മീയങ്ങളിൽ പ്രവാചകനെ, അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ പറഞ്ഞയച്ചവനാണ്. ആ പ്രവാചകൻ അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതിക്കൊടുക്കുകയും അവരെ പ്രവാചകൻ സംസ്കരിക്കുകയും കിതാബും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ള ആയത്ത് സൂറത്തുൽ ജുമഅയിലെ ആയത്തും അല്ലാഹു തആല പറഞ്ഞതായി അദ്ദേഹം അതിന് തെളിവ് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ സുഹൃത്തുക്കളെ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ തെളിവാണ്. എന്താണ് വമഅന ഷഹാദത്തി അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്? അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഷഹാദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം താഅതുഹു ഫീമാ അമറ വതസ്ദീഖുഹു ഫീമാ അഖ്ബറ വജ്തിനാബു മാ നഹാ വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞതിൽ, നബി കൽപ്പിച്ചതിൽ നബിക്ക് വഴിപ്പെടലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൊണ്ടുവന്നത്, നമ്മോട് പറഞ്ഞു തന്ന ഖബർ, അതിനെ സത്യമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനങ്ങളെ സത്യമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും പറഞ്ഞ കാര്യങ്ങളെ എടുക്കുകയും ചെയ്യുക. ഇതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഷറഇന്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കലും ആണ്. എന്തിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നൊരാൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പ്രവാചകൻ കൽപ്പിച്ചതിന് നബിക്ക് വഴിപ്പെടുകയും നബി സല്ലല്ലാഹു പറഞ്ഞു തന്ന കാര്യങ്ങളെ സത്യമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ നബി കൊണ്ടുവന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അടുത്തത് നിസ്കാരമാണ്, സക്കാത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കഴിഞ്ഞു തുഖീമുസ്സലാ വ തുഅതിയസ് സക്കാ വ തസൂമു റമളാന. ഇതിന്റെയൊക്കെ തെളിവ് എന്താണ്? വദലീലു സ്വലാത്തി വസ്സക്കാത്തി, സക്കാത്തിന്റെയും സ്വലാത്തിന്റെയും തെളിവ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇവിടെ അള്ളാഹു പറയുന്നത് അവരോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്, സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു പറയും. ഈ ആയത്താണ് വിശുദ്ധ ഖുർആന് പരിശുദ്ധ ഇസ്ലാമിൽ സക്കാത്തിനും അതുപോലെ തന്നെ നിസ്കാരത്തിനും ഉള്ള തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത്. നോമ്പിന്റെ തെളിവായിട്ട് വദലീലു സിയാം, സിയാം എന്ന് പറയുന്ന റുക്കുനിന്റെ തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അദ്ദേഹം പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഇത് നോമ്പിനാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ നല്ലവരായി തീരാൻ വേണ്ടി എന്ന് അള്ളാഹു തആല പറഞ്ഞു. വദലീലുൽ ഹജ്ജ്, ഹജ്ജിന്റെ തെളിവ് എന്താണ്? അതിന്റെ തെളിവ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. കണ്ടോ? അള്ളാഹു പറഞ്ഞത് പിന്നെ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങൾക്കിടെ മേൽ നിർബന്ധമാണ് കഅബത്തിങ്കൽ പോയി അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അതന്നെ മനിസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ള ആളുകൾ. ആരെങ്കിലും സത്യനിഷേധിയായാൽ ഇതിനൊക്കെ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ ആളുകൾക്ക് ലോകരിൽ നിന്ന് അള്ളാഹു ഗനിയാണ്, അള്ളാഹ്ക്ക് ആരെയും ആവശ്യമല്ല, അള്ളാഹുവിനെയാണ് എല്ലാവർക്കും ആവശ്യമുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഇതാണ് ഒന്നാമത്തെ മർത്തബയായ പിന്നെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ. ആ ഇസ്ലാമിന്റെ ഇതിന് 3 മർത്തബകൾ പറഞ്ഞു. അതിലെ 3 മർത്തബകളിൽ ഒന്നാമത്തെ മർത്തബ ഈമാൻ പറഞ്ഞു. ആ ഈമാനിന്റെ റുക്നുകളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ അടുത്തത് രണ്ടാമത്തെ മർത്തബയാണ്. ഇൻഷാ അള്ളാഹ് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സമയം തികയാതെ വരും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇവിടെ വെച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ദർസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതിനെ സ്വീകരിക്കുകയും അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ പല ആളുകളും രോഗികളുണ്ട്, പല ആളുകളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങൾ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, കുടുംബക്കാർ, റഹ്മാനെ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പുറത്തുകൊണ്ട് നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവസാനം കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.